Hello guys, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എങ്ങനെയൊക്കെ വച്ചു കഴിഞ്ഞാലാണ് LBS വഴി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പാരാമെഡിക്കൽ കോഴ്സും BSc നഴ്സിംഗ് പോലുള്ളൊരു കോഴ്സും ഇഷ്ടപ്പെടുന്ന കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത, ഗ്യാരണ്ടി അല്ല സാധ്യത കൂടുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ആണ് LBS വഴി കേരളത്തിൽ അഡ്മിഷൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം എല്ലാം കഴിഞ്ഞു, എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, BCA BBA അല്ലെങ്കിൽ മറ്റ് ഡിഗ്രി കോഴ്സുകളൊക്കെ നിങ്ങളുടെ കൂടെ പഠിച്ച ഒരുപാട് പേർക്ക് ഇപ്പോഴും ക്ലാസ് തുടങ്ങിയിട്ടും നിങ്ങൾക്ക് ഇതുവരെ ഒന്നും ആയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ടെൻഷനും നിങ്ങളുടെ മാനസികാവസ്ഥയും ഒക്കെ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിലവിൽ നിങ്ങൾക്ക് എല്ലാം എന്തറിയാം, നിങ്ങളുടെ ഇൻഡെക്സ് സ്കോർ അറിയാം, ആപ്ലിക്കേഷനും കൊടുത്തു. പക്ഷേ നിങ്ങളുടെ ഫൈനൽ റാങ്ക് എങ്ങനെയാണ് എന്ന് തീരുമാനിക്കപ്പെടണമെങ്കിൽ അത് ഫസ്റ്റ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരണം. ബൈ August 14 ആണ് ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു പക്ഷേ എന്താണ് കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വീഡിയോയിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അത് മറ്റൊന്നുമല്ല, ഇൻഡെക്സ് മാർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന റാങ്ക് നമ്മൾ ഏകദേശം കാൽക്കുലേറ്റ് ചെയ്തു. ഒരുപക്ഷെ അതിനടുത്ത് അല്ലെങ്കിൽ ആ ഒരു മാർജിനിൽ തന്നെ ആയിരിക്കും ഇത്തവണ എന്ത് വരുന്നത്, ആ ഫൈനൽ റാങ്ക് വരുന്നത്. അല്ലാത്ത പക്ഷെ നിങ്ങൾക്ക് മെയിൽ ചെയ്യാനുള്ള അവസരം ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് റെക്ടിഫൈ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഫൈനൽ റാങ്ക് കിട്ടിയിട്ട് ആ റാങ്ക് വെച്ച് ഏതൊക്കെ കോളേജുകൾ കൊടുക്കണം എന്നുള്ളതാണ് ഓപ്ഷൻ രജിസ്ട്രേഷന് പലരുടെയും ഡൗട്ട്. അപ്പോൾ ഓരോ ഓപ്ഷൻസ് ആയിട്ട് മീൻസ് പാരാമെഡിക്കലിൽ തന്നെ ഒരു പർട്ടിക്കുലർ കോഴ്സ്, ഇപ്പോൾ BSc നഴ്സിംഗ് ആണെങ്കിൽ ആ കോഴ്സും നമ്മൾ എടുക്കുന്ന കോളേജുകൾ, ആ ഒരു കോളേജിൽ ഒരു കോഴ്സും ചേരുന്നതാണ് ഒരു ഓപ്ഷൻ. ആ ഓപ്ഷൻ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ പറയാണ്, ആ അതോറിറ്റിയോട് പറയാണ്, ഇതേ കോളേജിലെ ഇതേ കോഴ്സിനാണ് എനിക്ക് പ്രയോറിറ്റി. അപ്പോൾ ആ പ്രയോറിറ്റി ലിസ്റ്റ് കൃത്യമായിട്ടല്ല എങ്കിൽ, ആ പ്രയോറിറ്റി ലിസ്റ്റും നിങ്ങളുടെ റാങ്കും അവിടെയും ഇവിടെയും ആണ് എങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങളുടെ റാങ്ക് വന്നതിന് ശേഷം ലാസ്റ്റ് റാങ്ക് കട്ട് ഓഫ് PDF ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന റാങ്കും ആ റാങ്ക് വെച്ച് കഴിഞ്ഞ വർഷം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്ട്രീം, ആ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അവിടെ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നുള്ള ലാസ്റ്റ് കോളേജും ഒക്കെ നിങ്ങൾ സ്റ്റഡി ചെയ്തേ പറ്റൂ. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടിക്ക് റാങ്ക് കിട്ടിയിരിക്കുന്നത് 360 ആണെന്നിരിക്കട്ടെ. നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് BSc നഴ്സിംഗ് ഫോർ എക്സാമ്പിൾ കോഴിക്കോടിലെ ഒരു കോളേജിലാണെന്നിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ പോയിട്ട് കോഴിക്കോടിൻ്റെ ആ ഒരു കോളേജിലെ BSc നഴ്സിംഗിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഫസ്റ്റ് LBS അലോട്ട്മെൻറ്റിൽ കിട്ടിയ കുട്ടിയുടെ റാങ്ക് ഒന്ന് പരിശോധിക്കുക. അത് ഈ 360 ആ റേഞ്ചിൽ വരുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് കൊടുക്കാം. അത് കൊടുത്താലും ഗ്യാരണ്ടീഡ് അല്ല, താഴോട്ട് അതിനേക്കാളും കുറഞ്ഞ റാങ്കുകൾ കൂടി നിങ്ങൾ കൊടുത്തിരിക്കണം. നിങ്ങളുടെ റാങ്ക് മാർജിൻ വെച്ചായിരിക്കണം നിങ്ങൾ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ജസ്റ്റ് ഒരു ഏകദേശ ധാരണ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് റാങ്ക് ലിസ്റ്റുകൾ വരാൻ പോവുകയാണ്, അത് കഴിഞ്ഞ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണ്. സോ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വീഡിയോസ് ആയിട്ട് വരും. നിങ്ങൾ കാത്തിരിക്കുക ഏറ്റവും പുതിയ വീഡിയോകൾക്ക് വേണ്ടി. ബൈ.